إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 124 125 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം തന്നെയാണ് ഇതിന്റെ സന്ദർഭം. ഇത് തഖൂലുൽ മുഅ്മിനീൻ വിശ്വാസികളോട് തങ്ങൾ പറഞ്ഞ സന്ദർഭം, അലയ്യകും നിങ്ങൾക്ക് മതിയായതല്ലയോ, അയ്യുമിദ്ദക്കും നിങ്ങളെ സഹായിക്കുന്നത്, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് സഹായം നൽകുന്ന നിങ്ങൾക്ക് മതിയായതല്ലയോ എന്ന് തങ്ങൾ ആ മുഅ്മിനീങ്ങളോട് വിശ്വാസികളോട് പറഞ്ഞ സന്ദർഭം അതുണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹുവിന്റെ ശുദ്ധവചനത്തിൽ കൂടി ലോക മുസ്ലിമീങ്ങൾക്ക് എക്കാലത്തും പാരായണം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാസംഭവത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ ഉണർത്തുകയാണ്. ബിസ്സലാസത്തി അലാഫിൻ മിനൽ മലായിക, മലക്കുകളിൽ നിന്നും 3000-ഓളം വരുന്ന മലക്കുകൾ, മുൻസിലീൻ ഇറക്കപ്പെടുന്ന 3000-ഓളം മലക്കുകളുടെ സഹായം നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങൾക്ക് മതിയായതല്ലേ എന്ന് നബിയെ തങ്ങൾ അവരോട് ആ വിശ്വാസികളോട് പറഞ്ഞ സന്ദർഭം. അത് മാത്രമല്ല, ബല അല്ലാതെ നിങ്ങൾ ക്ഷമ കാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയുമാണെങ്കിൽ, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ആ ശത്രുക്കൾ, ഇസ്ലാമിന്റെ വിരോധികൾ ആ യുദ്ധസന്നാവുമായി നിങ്ങളടുത്തേക്ക് വരികയും ചെയ്യുന്നു. മിൻ ഫൗരിഹിം, വളരെ ക്ഷണനേരം കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് കുതിച്ചു വരികയും ചെയ്താൽ, അത് യുംദിദുക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സഹായിക്കും. ബിഖംസതി അലാഫിൻ മിനൽ മലായികത്തി മുസവ്വിമീൻ, പ്രത്യേകം മുസവ്വിമീങ്ങളായ ചിഹ്നം നൽകപ്പെട്ട അടയാളം നൽകപ്പെട്ട 5000-ഓളം മലക്കുകൾ. ബിഖംസതി അലാഫിൻ, ബിഖംസതി അലാഫിൻ, ആ 5000-ഓളം മലക്കുകൾ നിങ്ങളെ സഹായിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ മുഅ്മിനീങ്ങൾക്ക് ഉത്തേജനം നൽകുകയാണ്. അങ്ങനെ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് 3000-ഓളം ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങുകയും അങ്ങനെ അതിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തത് എന്നത് ഖണ്ഡിതമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. 5000 മലക്കുകളെ കൊണ്ട് സഹായിക്കാനും അല്ലാഹുവിന് സാധിക്കുമെന്നുള്ള ഒരു ഉണർത്തലും ഒരു ഉത്തേജനവുമായി ഈ ആയത്തിൽ കൂടി നൽകിയത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ള. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.